ഹലോ ഹായ് വെൽക്കം ടു സൈ ഹൈ. ഇന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു സ്റ്റൈപ്പൻഡോടുകൂടെ നൽകുന്ന ഒരു ഇൻറ്റേൺഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ഇതാണ് അവരുടെ വെബ്സൈറ്റ്. FSSAIനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആർക്കും ആവശ്യമില്ല, കാരണം നമുക്ക് കോമൺ ആയിട്ട് ഇതിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഫുഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ പോലും പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ഒരു ടാഗ് ഉണ്ടോ ഇല്ലയെന്നാണ്. സോ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഇൻഫർമേഷൻസ് തരാൻ പോകുന്നത്. സോ ഇതാണ് അവരുടെ വെബ്സൈറ്റ്. ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളും വിത്ത് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ. സോ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഹോം ടാബാണ് നിങ്ങൾക്ക് കിട്ടുക. അവിടെ മേലെ തന്നെ നിങ്ങൾക്ക് കാണും അപ്ലൈ ഓൺലൈൻ, ദെൻ ലോഗിൻ, അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലാണ് നമുക്ക് ഈ ഇൻറ്റേൺഷിപ്പിനുള്ള ഇൻഫർമേഷൻസ് കിട്ടുന്നത്. താഴെ നമുക്ക് കാണാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഡേറ്റാണ്. ലാസ്റ്റ് 25th വരെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇൻക്രീസ് ചെയ്തു 2 more days. ദെൻ 27th December 2024 വരെയാണ് ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം പീരീഡ്. ഇത് 2025 ജാനുവരിയിലാണ് ആക്ച്വലി ഇതിൻ്റെ ഇത് വരുന്നത്, മീൻസ് ഡേറ്റ് വരുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഡേറ്റ് വരുന്നത് ഇൻറ്റേൺഷിപ്പിൻ്റെ. സോ എന്തൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Internship starting in the month of January 2025 under Internship Scheme 2024 at the Food Safety and Standards Authority of India. ഓൾറെഡി പറയുന്നുണ്ട് ജാനുവരി 2025 ആപ്ലിക്കേഷൻ ഇപ്പോൾ 2024 കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ടൈം പീരീഡ് കൂടെയാണ്. റീസെൻ്റ്ലി 20th ഡിസംബറിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അവർ റിന്യൂ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നത്, അതായത് ഫുഡ് റിലേറ്റഡ്, ഫുഡ് ടെക്നോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി ഇതുപോലുള്ള സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസായിൻ്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അത് പെയ്ഡായിട്ട് നമുക്ക് സ്റ്റൈപ്പൻഡ് നൽകുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് കൂടെയാണ്. FSSAI internship program will be provide interns with a unique ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഇൻ വേരിയസ് ഏരിയ ഓഫ് ഫുഡ് റെഗുലേഷൻ, ഫുഡ് സേഫ്റ്റി, അഡ്മിനിസ്ട്രേഷൻ. ഇതൊക്കെയാണ് മെയിനായിട്ട് അവർ പറയുന്നത്. ഏതൊക്കെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഗ്രാംസാണ് അവർ തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ എലിജിബിലിറ്റി ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൺഗോയിങ് ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. സോ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പേഴ്സ്യൂയിങ് ഫുൾ ടൈം ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി, ഹയർ എഡ്യൂക്കേഷൻ ഓർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ അബ്രോഡാണെങ്കിൽ അവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി, BTech, BE സ്റ്റുഡൻസിന് പോലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഫീൽഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. കെമിസ്ട്രി, ബയോകെമിസ്ട്രി, ഫുഡ് ടെക്നോളജി, ഫുഡ് സയൻസ് ടെക്നോളജി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, എഡിബിൾ ഓയിൽ ടെക്നോളജി, മൈക്രോബയോളജി, ഡയറി ടെക്നോളജി, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, ടോക്സിക്കോളജി, പബ്ലിക് ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ്, ബയോടെക്നോളജി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ടെക്നോളജി, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷുറൻസ്. ഈ ബ്രാഞ്ചിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് പറയുന്നത് സയൻസിൽ തന്നെ. സോ മേജറായിട്ട് ലൈഫ് സയൻസ് സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇൻക്ലൂഡിങ് പോളിസി, റെഗുലേഷൻ ആൻഡ് റിലേറ്റഡ് ഫീൽഡ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈവൻ PG ഡിപ്ലോമ ചെയ്യുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻസ് പോലും പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാം. ദെൻ BE, BTech പോലുള്ള സ്റ്റുഡൻസ്, പക്ഷേ അവർക്ക് 3rd ഇയർ അല്ലെങ്കിൽ 4th ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2nd ഇയറോ 1st ഇയറോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. അതും ഈ ടെക്നോളജി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആ ഒരു മേഖലയിലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ പബ്ലിക് പോളിസി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓൺലി ഫോർ FSSAI. ഇതൊക്കെയാണ് പറയുന്നത്. ഈ ബ്രാഞ്ചിലുള്ള എല്ലാ സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യും. അതുപോലെ ബാച്ചിലേഴ്സ് ഇൻ മാസ്റ്റേഴ്സ് ഓഫ് ലോ സ്റ്റുഡൻസിന് പോലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഏതൊക്കെ ഫീൽഡിലുള്ള പറഞ്ഞു കഴിഞ്ഞു. സോ മെയിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്റ്റുഡൻസ് കംപ്ലീറ്റ് ചെയ്ത്, അതായത് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ചെയ്തത് PG അല്ലെങ്കിൽ UG കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല.
അത് എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരെന്തായാലും അത് റിജക്റ്റ് ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഒബിയസ്ലി അവർ റിജക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ടോപ്പിക്കും അതുപോലെ സബ്ജക്ട്സും അവൈലബിൾ ഇൻ ദാറ്റ് പ്ലേസ്. അപ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ട് വേണം ഇൻറ്റേൺഷിപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏതൊക്കെ ഫീൽഡാണ് ഇവർ ഇൻറ്റേൺഷിപ്പ് ചേരുന്നതെന്നെല്ലാം നോക്കിയിട്ട് വേണം. കാരണം ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്, ടെക്നിക്കൽ ഫെസിലിറ്റീസ്, അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് അവർ മെയിലായിട്ട് തന്നിട്ടുണ്ട്. മെയിൽ ത്രൂ അവർ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് അവർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, ഇൻറ്റേൺഷിപ്പിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം ഓഫ് 2 months. അതിൽ താഴെ ഇൻറ്റേൺഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. മിനിമം 2 months, മാക്സിമം 6 months. ഇനി അഥവാ നിങ്ങൾക്ക് 6 months കൂടുതൽ വേണമെങ്കിൽ അവർ ഓൾറെഡി നോട്ടിഫൈ ചെയ്യും. ഇത്ര ദിവസം മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ദെൻ ഏതൊക്കെ പ്ലേസസ് ഓഫ് ഇൻറ്റേൺഷിപ്പ് ആൻഡ് ഏരിയ അല്ലെങ്കിൽ ഡൊമൈൻ അവൈലബിൾ ഫോർ ഇൻറ്റേൺഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫെസായ് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂ ഡൽഹി. അവിടെ വരുന്ന ടോപ്പിക്കും സബ്ജക്റ്റ് ഫോർ ഇൻറ്റേൺഷിപ്പ് തന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ്, ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, ഇൻഫർമേഷൻ ടെക്നോളജി, ലീഗൽ, ക്വാളിറ്റി അഷ്വറൻസ്, റെഗുലേറ്ററി കംപ്ലയൻസസ്, ദെൻ ഇമ്പോർട്ട്സ്, സയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ട്രെയിനിങ് ആൻഡ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ ചേഞ്ച്. ഇതൊക്കെയാണ് ന്യൂ ഡൽഹി ഫെസായ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിങ്ങൾക്ക് തരുന്ന ടോപ്പിക്സ്. ഇപ്പോൾ നിങ്ങൾ ഏത് റീജിയനിലാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് മാത്രം ഇത് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുക. 27th December വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ദെൻ റീജിയൻ സെക്കൻഡ് എന്ന് പറയുന്നത് ERO കൊൽക്കത്ത ആൻഡ് SRO ചെന്നൈ. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുൾ ഫോം കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ വീഡിയോ ഇനി കൂടുതൽ ലെങ്ത് ആക്കുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം പറയുന്നത്. അപ്പോൾ കൊൽക്കത്തയിലും ചെന്നൈയിലും അവൈലബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫുഡ് ഇമ്പോർട്ട്സ് ക്ലിയറൻസ് ആൻഡ് ലൈസൻസിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അവിടെ റിലേറ്റ് ചെയ്ത് ഇൻറ്റേൺഷിപ്പിന് നൽകുന്നത്. അതേപോലെ നാഷണൽ ഫുഡ് ലബോറട്ടറീസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസിയാബാദ്, അതുപോലെ കൊൽക്കത്ത എക്സ്റ്റൻഷൻ സെൻറ്റർ, റസോൽ ആൻഡ് ചെന്നൈ. ഇവിടെയൊക്കെയാണ് മെയിനായിട്ട് നാഷണൽ ഫുഡ് ലബോറട്ടറീസ് വരുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. ഇതിൽ നിങ്ങൾ ഏത് മേഖലയിലാണ്, ഏത് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയുള്ളത്, നിങ്ങൾ ഏത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ് നോക്കിയിട്ട് വേണം നിങ്ങൾ റീജിയൻ സെലക്ട് ചെയ്യാൻ. സോ ഇതിന് എക്സാമും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മൾ ഇൻറ്റേൺഷിപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് സ്ഥലമാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സോ വർക്ക് സ്പേസിന് വേണ്ടിയിട്ട് അവർ നൽകുന്നത് വൈഫൈ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അതുപോലെ അക്കോമഡേഷൻ, ട്രാവലൊന്നും തരുന്നതല്ല. സോ ഇൻറ്റേൺസ് ഹാവ് ടു ദെയർ ഓൺ ലാപ്ടോപ്പ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ട്രാവലിംഗ് ലോഡ്ജിങ് ഫെസിലിറ്റീസ് അവർ തരില്ല. അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നുണ്ട്. ഇത് എല്ലാ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പ് എല്ലാ ക്വാർട്ടറിലും ഈ ആപ്ലിക്കേഷൻ നൽകാറുണ്ട്. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ ക്വാർട്ടറിൽ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് സെമ്മിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായും നോട്ടിഫൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ മാക്സിമം പേര് അപ്ലൈ ചെയ്യാം. ഫോർ അപ്ലൈയിങ് ദ ഇൻറ്റേൺഷിപ്പ് may be required to submit a write-up or presentation in application portal for final selection. സോ നമുക്ക് ഇവിടെ കൂടുതലായിട്ടുള്ള അതുപോലെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഒരു ലൈഫ് സയൻസ് സ്റ്റുഡൻസിന് പറ്റുന്ന ഒരു ഇൻറ്റേൺഷിപ്പ് കൂടെയാണ്. സോ മാക്സിമം പേര് ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ സോ അത്രയും അപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ടൊരു പ്രസൻറ്റേഷനോ റൈറ്റപ്പോ ചോദിക്കുന്നതായിരിക്കും. പിന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിൽ സെലക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വെബ്സൈറ്റിൽ തന്നെ. അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രീക്വൻ്റായിട്ട് മെയിൽ ചെക്ക് ചെയ്യാം. അതുപോലെ വെബ്സൈറ്റും ചെക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തുള്ള ഡേറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ 20th December ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 27th December. അതുപോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർ വിത്തിൻ 2nd അല്ലെങ്കിൽ 3rd വീക്ക് ഓഫ് ജാനുവരിയിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ദെൻ January 2025 ഡേറ്റ് ഓഫ് ജോയിൻ എന്ന് പറയുന്നത് അവർ നമ്മളെ മെയിൽ ത്രൂ കോൺടാക്റ്റ് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് എന്നും അപ്ഡേറ്റഡ് ആയി നോക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ പാരൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. ഈ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ മെയിനായിട്ടും ആപ്ലിക്കേഷന് വേണ്ട ഒരു സാധനം കൂടെയാണ് NOC. അത് എന്തായാലും കരുതി വയ്ക്കുക. അതുപോലെ ഇൻറ്റേൺഷിപ്പ് സ്കീം വിൽ ബി ഷെഡ്യൂൾ ക്വാർട്ടർലി ത്രൂ ഔട്ട് ദ ഇയർ. ഓൾറെഡി പറഞ്ഞത് എല്ലാ ഇയറും ഇത് ഷെഡ്യൂൾ ചെയ്ത് വരാറുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ജോയിനിങ് ടൈം ബൈ ദ ഇൻറ്റേൺസ് ഫോർ ദ മോർ ദാൻ എ വീക്ക് നോട്ട് ബി അക്സെപ്റ്റഡ്. നിങ്ങൾക്കത് ഇൻറ്റേൺഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ വൺ വീക്കിൽ കൂടുതൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, എക്സ്റ്റൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ജോയിൻ ലെറ്റർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്.
സോ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അല്ല അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ സബ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലാബ് റിപ്പോർട്ട്സ് കാര്യങ്ങളായിട്ടുണ്ട്. അതുപോലെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 10,000 റുപ്പീസാണ് നമുക്ക് സ്റ്റൈപ്പൻഡായിട്ട് കിട്ടുന്നത്. അതിൽ മെയിനായിട്ട് നമുക്ക് അറ്റൻഡൻസും അതുപോലെ അസസ്മെൻറ്റ്സും ഉണ്ടാവുന്നതാണ്. ഇവാലുവേഷൻ അസസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. സോ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓൾറെഡി വർക്കിങ്ങിന് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അത്രയും നല്ലത്. അവർക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഇതുപോലെ സയൻസിലും അതുപോലെ മാനേജ്മെൻറ്റിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ഇൻഫോർമേഷൻ ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ് വിത്ത് സ്റ്റൈപ്പൻഡ്. അതുപോലെ നമ്മൾ നോക്കണം. നിയർ ബൈ ആയിട്ടുള്ള റീജിയൻസാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, സബ്ജക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പേര് അപ്ലൈ ചെയ്യാൻ നോക്കുക. അതുപോലെ സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ മാത്രമേ ഒരു സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ സബ്മിഷൻ ആൻഡ് റിവ്യൂ ഓഫ് ഫൈനൽ റിപ്പോർട്ട് ആൻഡ് പ്രസൻറ്റേഷൻ അവർ FSSAI ക്വാർട്ടേഴ്സിൽ നിന്ന് ഹെഡ് എന്തായാലും ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഒരു പ്രസൻറ്റേഷനും റിപ്പോർട്ട് സബ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇൻറ്റേൺഷിപ്പ്. സോ ഇതൊക്കെയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള FSSAIൻ്റെ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. സോ FSSAIൻ്റെ ഇൻറ്റേൺഷിപ്പ് പോർട്ടൽ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. ഇനി അപ്ലൈ ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ അപ്ലൈ ഓൺലൈൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വായിക്കുക. നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളൊക്കെ. സോ ഇതാണ് ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷനുള്ള പോർട്ടൽ. സോ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക, ദെൻ സേവ് കൊടുക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ FSSAIൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഫർമേഷൻ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്. താങ്ക് യു.